പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നത് ഒരു Rx-135 ആണ്. ഇതിൻ്റെ സിലിണ്ടർ കിറ്റ് ഒന്ന് അളക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് പോർട്ട് ചെയ്യണം. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എൻജിൻ സൈഡ് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. അതെന്താണെന്ന് കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കണം. അപ്പോൾ അത് സിലിണ്ടർ കിറ്റ് ഇളക്കിയാൽ മാത്രമേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിനകത്തോട്ട് വണ്ടി കയറ്റിയിട്ട് വണ്ടി ഒന്ന് പൊളിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ സിലിണ്ടർ കിറ്റ്, ഹെഡ്, കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ഇളക്കി മാറ്റി. പിസ്റ്റൺ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, കണ്ടിന്യൂയായിട്ട് കണക്ട് ചെയ്തതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇളക്കി മാറ്റിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ കിറ്റിനകത്ത് ഈ പിസ്റ്റൺ നല്ല രീതിയിൽ ടൈറ്റ് ആയിരുന്നു. അങ്ങനെ ടൈറ്റ് ചെയ്താണ് ലെയ്ത്ത് ഇത് ബോർ ചെയ്ത് വെച്ചത്. അപ്പം ഇത് ആരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പം ഇളക്കി നോക്കിയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. ആ കാണുന്ന ലൈനില്ലേ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമേ, ഒരു മിനിറ്റ്. അപ്പോൾ ഈ കാണുന്ന പാടില്ലേ, ഈ പാട് സിലിണ്ടർ കിറ്റിനകത്ത് ഈ പിസ്റ്റൺ പിടിച്ചതിൻ്റെ പാടാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ബോർ ചെയ്ത് കൊണ്ടാണ് ഇങ്ങനെ പിസ്റ്റൺ പിടിക്കാൻ കാരണം. ഇപ്പോൾ പിടിക്കാൻ കാരണം ഇത് അപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഹീറ്റ് ആവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒന്നത്തെ കേസ് എന്ന് വെച്ചാൽ ഈ പിസ്റ്റൺ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ബോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്ത് ബോർ ചെയ്ത് കഴിഞ്ഞാൽ നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ലെയ്ത്തുകാർ ഈ പിസ്റ്റൺ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ബോർ ചെയ്യുന്നത്. ടൈറ്റ് ചെയ്ത് ബോർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് കൈ കൊടുത്ത് പോകുമ്പോഴത്തേക്ക് ഈ സിലിണ്ടർ കിറ്റ് അതിനകത്ത് ഈ പിസ്റ്റൺ പിടിച്ച് സീസാവുകയും എഞ്ചിൻ സ്റ്റക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ നോർമലി 20 മൈക്രോണിലാണ് ഗോഡ്സയുടെ പിസ്റ്റൺ നമ്മൾ ബോർ ചെയ്യുന്നത്. പിന്നെ ആർട്ടിൻ്റെ ഒറിജിനൽ ആർട്ട് പിസ്റ്റൺ ആണെങ്കിൽ സാധാരണ 25 മൈക്രോണിലിടും. ഈ ലെയ്ത്തുകാർ 10 മൈക്രോൺ 15 മൈക്രോൺ അങ്ങനെ ഇട്ടിട്ടാണ് ബോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് ബോർ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും. കുറച്ച് ദിവസം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നല്ല രീതിയിൽ കൈ കൊടുത്ത് പോകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ചുറ്റി ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ കൈ കൊടുത്ത് പോകുമ്പോഴത്തേക്ക് എഞ്ചിൻ സീസ് ആവാനും ഇതിലെ പിസ്റ്റൺ പൊത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ കിറ്റും നേരത്തെ കണ്ട പിസ്റ്റനും കൂടെ നേരെ എടുത്ത് ലെയ്ത്തി കൊണ്ടുപോയതിന് ശേഷം പിസ്റ്റണിത്തിപ്പം ഞാൻ പറഞ്ഞില്ലേ ടൈറ്റ് ആണെന്ന്. അപ്പോൾ ആ ടൈറ്റ് മാറ്റി ഒന്ന് സാഫർ ചെയ്തെടുത്തിട്ട് പിസ്റ്റൺ ജസ്റ്റ് ഒന്ന് ക്ലിയറൻസ് ഇട്ട് തരും. അപ്പം ചെറിയ റിങ് സൈഡ് ഉണ്ടാവും, പക്ഷേ നമുക്ക് സീസ് ആവുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് ആ സിലിണ്ടർ കിറ്റിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ പിസ്റ്റൺ പിടിച്ച പാടും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60-70, മാക്സിമം പോയാൽ 80 വരെ ടോപ്പ് എൻഡ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വണ്ടി എത്ര ശ്രമിച്ചാലും വണ്ടി അങ്ങോട്ട് കയറത്തില്ല. അപ്പം ഒന്ന് ജസ്റ്റ് പോർട്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിലിണ്ടർ കിറ്റ് ഇളക്കിയെടുത്തതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു സ്ലീവ് കിറ്റാണ്. സ്ലീവ് കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സ്ലീവ് കിറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ പോർട്ടുകളും ഇൻലെറ്റും ഔട്ട്ലെറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറിജിനൽ സിലിണ്ടർ കിറ്റിനേക്കാളും വളരെ ഹോളിൻ്റെ ലെങ്തും കാര്യങ്ങളെല്ലാം വളരെ ചെറുതാണ്. ആ സ്ലീവ് ഇറക്കിയേക്കുന്നത് നല്ല രീതിക്ക് ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് മൗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് ഇനി എത്രത്തോളം വണ്ടിയുടെ പെർഫോമൻസ് ബാധിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ സിലിണ്ടർ കിറ്റ് ഇളക്കിയപ്പോഴത്തേക്കാണ് 2 സ്റ്റഡിൻ്റെ ത്രെഡ് പോയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു സ്റ്റഡിൻ്റെ ത്രെഡ് കസ്റ്റമർ ഓൾറെഡി ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ 2 സ്റ്റഡിൻ്റെ ത്രെഡ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 3 എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം ഒരെണ്ണം ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ബാക്കി 3 കൂടെ നമ്മൾ ചെയ്തിട്ട് എന്തായാലും ലെയ്ത്തി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ 3 സ്റ്റഡിൻ്റെ അഡാപ്റ്റർ ഇറക്കി പുതിയ സ്റ്റഡും വെച്ചിട്ട് നമുക്ക് തിരിച്ച് പിന്നെ ജസ്റ്റ് മൗത്തും കൂടെ ഒന്ന് പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് അതിന് ശേഷം നമുക്ക് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാം.
1 hour later. അങ്ങനെ നമ്മൾ മൗത്തും ജസ്റ്റ് ഒന്ന് പോർട്ട് ചെയ്ത്, കാരണം സ്ലീവ് കിട്ടായതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ലേത്തി കൊടുത്ത് ആ 3 സ്റ്റഡും അഡാപ്റ്റർ ചെയ്ത് പിസ്റ്റനും ക്ലിയർ ചെയ്ത് നമ്മൾ സിലിണ്ടർ കിറ്റ് വാഷ് ചെയ്ത് വണ്ടിയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി പിസ്റ്റൻ്റെ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ, ഹെഡ്, കാർബറേറ്റർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. എന്നിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. പെർഫോമൻസിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മളെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഹീറ്റിംഗ് ഉള്ള പ്രശ്നം മാത്രം. വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഹീറ്റാവാം. ഇനി ഹീറ്റാവാൻ ചാൻസ് ഇല്ല. കാണുമെന്ന് വെച്ചാൽ പിസ്റ്റൺ നമ്മൾ ലേത്തി കൊടുത്ത് ക്ലിയറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിലിണ്ടർ കിറ്റിൻ്റെ പിസ്റ്റൻ്റെ ടോപ്പ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട്, അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചൊന്ന് സെറ്റ് ചെയ്ത് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി. നല്ല രീതിയിൽ കൈകൊടുത്ത് തന്നെ ഓടിച്ചത്. അപ്പോൾ വണ്ടി ഓവർ ഹീറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മൗത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ ചെറിയൊരു പെർഫോമൻസ് വേരിയേഷൻ ഉണ്ട്. കാരണം സ്ലീവ് ഹിറ്റായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റും കാര്യങ്ങളും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.